ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്റ്റൺ ഗ്രനേഡാണ്. സ്റ്റൺ ഗ്രനേഡ് എന്ന് പറയുമ്പം ഞാൻ നേരത്തെ സ്മോക്ക് ഗ്രനേഡിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു മറ്റേ ഫ്രാഗ് ഗ്രനേഡ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ സ്റ്റൺ ഗ്രനേഡ് ഉണ്ടാക്കണം. അതായത് നമുക്ക് പോലീസ് പിടിച്ചുകൊണ്ട് പോകാത്ത രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ആ രീതിയിലാണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കിയിട്ട് മേക്കിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ്, ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. അതായത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, നമ്മൾ കുറച്ച് പാർട്സ് 3D പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന പാർട്സ് എല്ലാം ഞാൻ 3D പ്രിൻ്റ് ചെയ്തെടുത്താണ് നമ്മുടെ 3D പ്രിൻ്ററിൽ. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ് വേണം. ആ സ്പ്രിങ്ങിൻ്റെ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ എവിടുന്ന് നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല, ഞാൻ പണിയിപ്പിച്ചെടുത്തത്. അപ്പോൾ എവിടുന്ന് കോയമ്പത്തൂർ ഒരു കടയിൽ നിന്ന് പണിയിപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പം സ്പ്രിങ് അത് എവിടുന്ന് എങ്ങനെ പണിയിപ്പിച്ചെടുക്കണമെന്നും അതിൻ്റെ സ്പെസിഫിക്കേഷന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമുക്ക് ബേസിക് ടൂൾസ്, പശ, പിന്നെ നമ്മുടെ പേപ്പർ ക്ലിപ്സ്, അതുപോലെ 2 നട്ടും ബോൾട്ടും അതിൻ്റെ സ്പെസിഫിക്കേഷനും വഴിയെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഹെഡിൻ്റെ അസംബ്ലി ആദ്യമേ തന്നെ ചെയ്യാം. അപ്പോൾ ഹെഡ് 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ ഒരു സ്ലോട്ട് ഇട്ട് അതുപോലെ തന്നെ ഒരു 3 സൈഡിലുള്ള ഒരു എൻക്ലോസ്ഡ് ഷേപ്പും അതിൻ്റെ കൂടെ വരും. അത് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ നല്ല സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും ഗ്ലൂ വെച്ച് നല്ല വൃത്തിക്ക് പേസ്റ്റ് ചെയ്തെടുക്കണം. അത് കറക്റ്റ് ആ സ്ലോട്ടിൻ്റെ പൊസിഷനിൽ തന്നെ ആവുകയും വേണം. നമ്മുടെ ഗ്രനേഡിൻ്റെ സേഫ്റ്റി മെക്കാനിസം വന്ന് സെറ്റ് ചെയ്യുന്ന വിധത്തിലാണ്. അപ്പം ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് കുറച്ച് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കത് പക്കായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്കിത് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഗൈസ്, നമ്മൾ ഹെഡ് അസംബിൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ എൻ്റെ കയ്യിൽ വലത്തെ കയ്യിലിരിക്കുന്ന പോലത്തെ ചെറിയ 2 റിങ് കാണും. ഇത് നമ്മളിങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കേണ്ടതാണ്. ഇത് എന്തിനാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് 2 പീസുണ്ട്. അതായത് ടോപ്പ് പോർഷൻ ഒന്ന്, ബോട്ടം പോർഷൻ ഒന്ന്. അത് സെപ്പറേറ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഫയലിനകത്തുണ്ട് ടോപ്പ് ബോട്ടം. അത് മനസ്സിലാക്കി മാറ്റി വെക്കണം. ടോപ്പിൻ്റെ കൂടെ തന്നെ ടോപ്പിൻ്റെ ഭാഗത്തും ബോട്ടത്തിൻ്റെ കൂടെ 2ഉം നമ്മൾ അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ഫിറ്റ് ആവത്തില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഈ വരുന്ന റിങ് നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബോഡിക്ക് അകത്തോട്ട് വെക്കണം. ബോഡി ഞാൻ ഇതിൻ്റെ ഫയൽ വേറൊരാൾ ഡിസൈൻ ചെയ്തതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന നമ്മുടെ ടോപ്പും ബോട്ടവും പോർഷൻ അല്ല, പകരം അതിലോട്ട് സ്ക്രൂ ചെയ്ത് വരുന്ന ത്രെഡഡ് ആയിട്ടുള്ള ആ ചെറിയ 2 സർക്കിളുകളാണ് സ്ക്രൂ ചെയ്ത് വെക്കുന്നത്. വളരെ കെയർഫുള്ളായിട്ട് വേണം അത് സ്ക്രൂ ചെയ്ത് വെക്കാൻ. കാര്യം ഇത് ഡിറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ആമോ ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പ്രിങ് നമ്മൾ കോക്ക് ചെയ്യുന്നതും നമ്മളിത് ഡിറ്റാച്ച് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ഈ ടോപ്പും ബോട്ടവും പോർഷൻ നമ്മൾ അത് അതായത് പശ വെച്ചൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റാതാവും. ഇത് റീയൂസബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വരുന്ന നമ്മുടെ ബോട്ടം പോർഷനിൽ ഈ പിസ്റ്റൺ വന്ന് ഇടിക്കുമ്പോൾ, അതായത് ഇത് ഫയർ ചെയ്യുന്നതിൻ്റെ ആ ഒരു മെക്കാനിസം, അതായത് നമ്മുടെ ആ ഒരു പൊട്ടാസ്, ഇപ്പോൾ വരുന്ന പൊട്ടാസ് ഇങ്ങനെ റിംഗ് ക്യാപ്പ് എന്ന് പറയുക, റിംഗ് ക്യാപ്പ് മൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നു. സോറി ഗൈസ്, സ്ക്രൂ അല്ല, ഒരു ഹെക്സ് നട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നത്. M3 സൈസുള്ള ഹെക്സ് നട്ട്, 20 mm ലെന്തും ഉണ്ട്. ഗൈസ്, ഇത് എളുപ്പത്തിൽ നമ്മുടെ റിംഗ് ക്യാപ്പ് ഇതിൽ അറ്റാച്ച് ആയിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഹെക്സ് നട്ടിൻ്റെ സൈഡുകളൊന്ന് ജസ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. Can't stay still, don't stop that
കേസ് ഈ ഹെക്സ് നട്ട് നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു റിംഗ് ക്യാപ്പ് മൗണ്ട് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. നട്ട് വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നട്ടുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടിരിക്കണം. അതായത് ഗ്യാപ്പും കാര്യങ്ങളൊന്നും പാടില്ല. നമ്മൾ ജസ്റ്റ് മേശപ്പുറത്തോ എവിടെയെങ്കിലും വെച്ചൊന്ന് പുഷ് ചെയ്യണം. വലിച്ചിടിക്കരുത്, അത് പൊട്ടും. നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, അത് വലിച്ചിടിക്കാനൊന്നും നിൽക്കണ്ട. എന്നിട്ട് നമ്മൾ നമ്മുടെ M5-ൻ്റെ ഒരു ബോൾട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഈ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ, അതായത് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്ത ഏറ്റവും ചെറിയ പീസാണത്. ഈ പീസ് നമ്മൾ സ്ക്രൂ ചെയ്ത് ഏറ്റവും ടോപ്പ് വരെ എത്തിക്കണം. അതിന് ശേഷം അടുത്ത പീസ് അതിനകത്തൊരു സ്ലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ഹെക്സ് നട്ട് കയറ്റാൻ വേണ്ടി ഒരു സ്ലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഹെക്സ് നട്ട് ഇറക്കി വെച്ചിട്ട് വേറൊരു ഹെക്സ് നട്ട് എടുത്ത് ഇതിന് മുമ്പേ പുറകിലിട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെക്കണം. അതായത് ഇതാണ് നമ്മുടെ പിസ്റ്റൺ. ഈ സാധനം വന്നിട്ടാണ് നമ്മുടെ ഈ റിംഗ് ക്യാപ്പ് അല്ലെങ്കിൽ നമ്മുടെ പൊട്ടാസിലോട്ട് വന്ന് ഇടിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ പിസ്റ്റൺ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഈ പിസ്റ്റൺ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി നമ്മൾ കൂടുതലുണ്ട്. അതായത് ഇപ്പോൾ 50 ആണ്, അതിൻ്റെ ഇച്ചിരി കൂടെ കൂടുതൽ മേടിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഈ സ്പ്രിങ്ങും ഇതും കൂടെ ലോഡ് ചെയ്തിട്ട് ഇതിനൊരു ട്രിഗറിങ് പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ സ്പ്രിങ്ങിൻ്റെ കംപ്രഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ സ്ക്രൂ, അതായത് നമ്മുടെ ആ ലാസ്റ്റ് പിസ്റ്റൻ്റെ ഭാഗത്ത് വരുന്ന വലിയൊരു പ്രിൻ്റുണ്ട്, ഒരു സർക്കുലർ പ്രിൻ്റ്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പിസ്റ്റൻ്റെ ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ കംപ്രഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ ഇതിൻ്റെ കറക്റ്റ് എപ്പോഴാണോ നമ്മുടെ ഈ റിംഗ് ക്യാപ്പ് പൊട്ടുന്നതെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ മെക്കാനിസം എല്ലാ സംഭവം സെറ്റായി കഴിഞ്ഞു. സെറ്റായിരിക്കുന്നൊന്നും പറയാനൊന്നുമില്ല, എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി അസംബിൾ ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ് സേഫ്റ്റി. അതിനകത്ത് രണ്ട് സെറ്റ് ഹോളുണ്ട്. അത് നമ്മുടെ ഹെഡുമായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ജസ്റ്റ് നമ്മുടെ പേപ്പർ ക്ലിപ്പില്ലേ, പേപ്പർ ക്ലിപ്പ് ഇത് മൊത്തം അഴിച്ചെടുത്ത് അപ്പോൾ നമുക്ക് കമ്പിയായിട്ട് കിട്ടും. ആ പേപ്പർ ക്ലിപ്പ് എടുത്ത് നമ്മുടെ ഈ സ്ലോട്ടിനകത്ത് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ പ്ലെയർ കൊണ്ട് അത് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, ജസ്റ്റ് കണ്ട് പോവുക. അതുപോലെ തന്നെ ഗൈസ്, ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ ഗ്രനേഡിലുള്ള ഒരു കിടിലായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ട മറ്റേ കടിച്ച് വലിച്ചു വരുന്ന ഐറ്റം, അതായത് അതിൻ്റെ പുൾ റിങ് എന്ന് പറയുന്നത് ആ സാധനം, അത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പേപ്പർ ക്ലിപ്പ് കൊണ്ടാണ്. കണ്ടു നോക്കുക.
while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ഈ നമ്മുടെ ഫൈനൽ അസംബ്ലിയിലോട്ട് കിടക്കാം. അതിന് നമ്മൾ ബോട്ടം പാർട്ട് എടുത്ത് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പീസുമായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ പിസ്റ്റൺ എടുത്ത് പിസ്റ്റന് മേളിൽ സ്പ്രിങ് ഇട്ടിട്ട് അത് പിസ്റ്റൺ കയറാനുള്ള ഹോളിൽ കൂടെ കയറ്റിയിട്ട് നമ്മുടെ സേഫ്റ്റി അടച്ച് വെച്ചിട്ട് സേഫ്റ്റിയിൽ നമ്മൾ പിന്നിടണം, അല്ലെങ്കിൽ പിന്നെ ഇത് ഫയർ ചെയ്യും. സേഫ്റ്റി അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളതിന് പിന്നിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് സ്ക്രൂ ചെയ്യുക. വേണ്ടപ്പോൾ ഹാൻഡ് ചെയ്യുമ്പോൾ ആ പിന്നങ്ങ് വലിച്ചൂരുക, എറിയുക, ഓടുക. എന്നുവെച്ചാൽ പൊട്ടാസ്യം പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ ചിലപ്പോൾ ചെവിക്കകത്തുനിന്ന് കൂന്നൊരു ശബ്ദം കേൾക്കും. അതല്ലാതെ വേറെ ഒന്നും പറ്റുന്നൊന്നുമില്ല. ഇത്രേ ഉള്ളൂ, സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾ കണ്ടു നോക്കുക ബാക്കി. നമ്മൾ നമ്മുടെ ഈ ഗ്രനേഡ് താഴെയിട്ട് പറ്റത്തില്ല. അത് അതൊന്ന് ഊരിയിട്ട് തന്നെ വേണം. വരുന്ന ഭാഗങ്ങളിൽ എൻ്റെ കയ്യിലൊക്കെ ഇരുന്നത് പൊട്ടും. പക്ഷെ അതൊന്നും വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒന്നും പറ്റത്തൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടാസ്യമൊക്കെ പൊട്ടിക്കുന്ന ആ ഒരു സംഭവം ഉള്ളൂ ഇതിനും. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ക്രാക്ക് സൈനിങ് ഔട്ട്.